ദാനിയേലിനെ സിംഹക്കുഴി എറിഞ്ഞപ്പോൾ കൂടെയുള്ള സ്നേഹിതർ മറന്നു കാണും. പക്ഷെ ദൈവം മറക്കോ? സിംഹക്കുഴിക്കകത്തേക്ക് അവരിറങ്ങിച്ചെന്നാ വായിക്കുന്നത്. ഇബ്രായ ബാലന്മാരെ തീച്ചുള്ളി എറിഞ്ഞപ്പോൾ ദാനിയേൽ മറന്നു കാണും. പക്ഷേ കർത്താവിന് മറക്കാൻ കഴിയുമോ? പത്മോസിന്റെ ഏകാന്തത നിൽക്കുന്ന യോഹന്നാനെ സകലരും മറന്നു കളഞ്ഞപ്പോൾ വയോവൃദ്ധനായിരിക്കുന്ന യോഹന്നാനെ എല്ലാവരും മറന്നെങ്കിലും കലലും മറക്കാതെ കർത്തൃ ദിവസത്തിൽ യോഹന്നാന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്ന ദൈവമല്ലേ നമ്മുടെ ദൈവം. ഇന്ന് പകലിക്കാലം പറഞ്ഞാട്ട് ആരെല്ലാം നിന്നെ മറന്നാലും, ഓ റിഖമന ഹംദല ഹഷരാദല, ആരെല്ലാം നിന്നെ മറന്നു കളഞ്ഞാലും ഇന്ന് പകലിക്കാലം ധൈര്യമായിട്ട് പറ, പത്മോസിൽ യോഹന്നാന്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്നവൻ, തടവറയിൽ പത്രോസിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്നവൻ, സിംഹക്കുഴിയിൽ ഹല്ലേലൂയ ദാനിയേലിന് ഇറങ്ങി വന്നവൻ, അഗ്നിജ്വാലയിൽ എബ്രായ ബാലന്മാർക്ക് വേണ്ടി ഇറങ്ങി വന്നൊരു ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വരും. ആ ദൈവം എന്നെ മറക്കുന്നൊരു ദൈവമല്ല. ആ ദൈവം എന്നെ മറക്കാൻ കഴിയത്തില്ല. ആ ദൈവം എന്നെ മറക്കാത്തവരാണ്. ആരെല്ലാം മറന്നാലും ശരി, എന്നെ മറക്കാത്ത ഒരുവൻ ലോകത്തുണ്ടെങ്കിൽ ഞാൻ ആരാധിക്കുന്ന എന്റെ ദൈവം എന്ന് ധൈര്യമുള്ള ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ.